നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ RPF SIൻ്റെ റിസൾട്ട് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റാണ് അടുത്തതായിട്ട് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഫിസിക്കൽ ടെസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കൂടി. നിരവധി പേര് കേരളത്തിൽ നിന്ന് സെലക്ട് ആയിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാനലിൽ തന്നെ കുറച്ചധികം പേര് തന്നെ സെലക്ട് ആയിട്ടുണ്ട്. നിങ്ങൾ പോളൊക്കെ അറേഞ്ച് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടാകും. നിരവധി പേര് തന്നെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ സെലക്റ്റായ എല്ലാവരും തന്നെ ഫിസിക്കൽ നല്ല പോലെ ചെയ്യണം. ഫിസിക്കൽ നല്ല പോലെ ചെയ്ത് നിങ്ങൾ ഫിസിക്കൽ പാസ്സാകേണ്ട കാര്യം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സബ് ഇൻസ്പെക്ടർ ആൺകുട്ടികൾക്ക് മെയിൽസിനുള്ളത് ഫിസിക്കൽ എന്ന് പറയുന്നത് 1600 മീറ്റർ ഓട്ടം ഏകദേശം 6 മിനിറ്റ് 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി തീർത്തുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമുള്ളൂ. ഇത് വളരെ അനായാസമായി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതുവരെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓടി തീർത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു 1 മന്ത് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇതുവരെ ചെയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത്. മറ്റുള്ള ഫോഴ്സിന് വേണ്ടി നിങ്ങൾ ഓടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ലോങ് ജമ്പ് ഉണ്ട്. ലോങ് ജമ്പ് 12 ഫീറ്റാണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഹൈ ജമ്പ് ഉണ്ട്, 3 ഫീറ്റ് 9 ഇഞ്ചാണ് വരുന്നത്. ഈ 2 ഐറ്റംസും കൂടി നിങ്ങൾ ഈ ഒരു ഓട്ടത്തിൻ്റെ കൂടെ ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് ഫീമെയിലാണ്. ഫീമെയിൽസിൻ്റെ RPF SIൻ്റെ ഡീറ്റെയിൽസാണ് ഇനി പറയാൻ പോകുന്നത്. അവർക്ക് വരുന്നത് 800 മീറ്റർ ഓട്ടം 4 മിനിറ്റിലാണ്. അതും വളരെ ഈസി ആയിട്ട് നടക്കുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളിത് ഇങ്ങനൊരു ഓടി പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനു മുമ്പ് മറ്റുള്ള ഫോഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പാസ്സാകാൻ പറ്റും. എങ്കിലും പ്രാക്ടീസ് ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 800 മീറ്റർ ഓട്ടം 4 മിനിറ്റിലും അതുപോലെ തന്നെ ലോങ് ജമ്പ് പറയുന്നുണ്ട് ഏകദേശം 9 ഫീറ്റും ഹൈ ജമ്പ് 3 ഫീറ്റുമാണ് വനിതകൾക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ഇവൻറ്റ്സ് തീർച്ചയായിട്ടും PET ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. അതിൻ്റെ കൂടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൻ്റെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹൈറ്റ് നോക്കാം. പുരുഷന്മാർക്ക് 165 സെൻറ്റിമീറ്റർ ഉയരം വേണം, വനിതകൾക്കാവുമ്പോൾ 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. ഇനി ആൺകുട്ടികളുടെ ചെസ്റ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 80 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാതെയും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 85 ആക്കാനും പറ്റണം. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യണം. പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ചെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് ഫോക്കസ് ചെയ്യണം. പലരും അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽ വരുന്ന സമയത്ത് 160 സെൻറ്റിമീറ്റർ ഉയരം വേണം ആൺകുട്ടികൾക്ക്. അതുപോലെ തന്നെ വനിതകൾക്ക് ഏകദേശം 152 സെൻറ്റിമീറ്ററാണ് ഉയരം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് അൺഎക്സ്പാൻഡ് ആയിട്ടുള്ള ചെസ്റ്റ് 76.2 സെൻറ്റിമീറ്റർ ആവശ്യമാണ്. അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81.2 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു അവസരമാണ്. എക്സാം നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ് മുന്നിൽ വന്നിട്ടുള്ളത്. വിട്ട് കളയരുത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ഇത് നോക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത്. ടൈമും കാര്യങ്ങളൊക്കെ വെച്ച് ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹൈറ്റ് നിങ്ങളൊന്ന് അളന്ന് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പാണെങ്കിലും ഇതുവരെ അളന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം, ചെസ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടില്ലെങ്കിൽ ചെസ്റ്റിന് ആവശ്യമായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെസ്റ്റ് അടിച്ചെടുക്കാനായിട്ട്, ചെസ്റ്റ് കൃത്യമാക്കി എടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെയും എക്സ്പാൻഡ് ചെയ്തിട്ട് 5 സെൻറ്റിമീറ്റർ കൂടുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു ഫിസിക്കൽ റാലി അറ്റൻഡ് ചെയ്യുക എന്നും കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക്, ഫിസിക്കലൊക്കെ അതായത് എക്സാമൊക്കെ പാസ്സായ ഒരുപാട് പേരുണ്ടാവും, അവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.